ഇന്നൊരു ബീഫ് കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. 2 ടേബിൾ സ്പൂൺ എണ്ണ ചേർക്കാം. 2 കഷ്ണം പട്ട, 4 ഗ്രാമ്പു, 4 ഏലക്ക ഇത്രയും ചേർക്കാം. ഇതിലേക്ക് 30 ചെറിയ ഉള്ളി അരിഞ്ഞതും 2 സവാള അരിഞ്ഞതും ചേർത്ത് വഴറ്റാം. ഉള്ളിയും സവാളയും പകുതി വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 2 തക്കാളി അരിഞ്ഞതും പച്ചമുളകും ചേർക്കാം. സവാളയെല്ലാം നന്നായി വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് പൊടികൾ ചേർക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, പൊടിയെല്ലാം മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന ബീഫ് ചേർക്കാം. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ്, 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ മീറ്റ് മസാല, ആവശ്യത്തിന് ചെറു ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. രണ്ട് തണ്ട് കറിവേപ്പിലയും കുറച്ച് തേങ്ങ നുറുക്കിയതും ചേർത്ത് കുക്കർ അടച്ചു വെച്ച് വേവിക്കാം. ഒരു 4 വിസിൽ വരുന്നത് വരെ വേവിച്ചേക്കാം. ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഉലകത്തിൽ ഒരേയൊരു സ്വർഗം, അമ്മയുണ്ടാക്കിയ വീട്ടിലെ ഭക്ഷണം. കേരള ഫുഡ് മാർക്കറ്റ്, കേരള ഫുഡ് മാർക്കറ്റ്, കേരള ഫുഡ് മാർക്കറ്റ് കനുഭറ്റ്. ഇന്ന് നമ്മൾ വയ്ക്കാൻ പോകുന്നത് കരുവാട് കറിയാണ്. കരുവാടും കത്തിരിക്കയും വാഴക്കയും കൂടെ മിക്സ് ചെയ്ത് വയ്ക്കാൻ പോവുകയാണ്. നമ്മുടെ നാട്ടിൽ ഉണക്കമീനിന് കരുവാടെന്നാണ് പറയുന്നത്. കരുവാട് കറിയിലിടാനുള്ള പച്ചക്കറികൾ അരിയാണ്. ഇത് കരുവാട് കറിയിലിടേണ്ട വാഴക്കയാണ്. ചട്ടി ചൂടായി. ഇനി എണ്ണ ഒഴിക്കുകയാണ്. കടുക്, കടുക് ഇട്ടു. അത് പൊട്ടിക്കഴിഞ്ഞ് ഇനി അടുത്ത് ഉള്ളി ഇടാൻ. പച്ചമുളക്, അടുത്ത് കത്തിരിക്ക, വാഴയ്ക്ക, ഇനി തക്കാളി, ഏപ്പില,
ഇനി അടുത്ത് അരപ്പാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ അരപ്പ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ പറയാം. തേങ്ങ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി 2 ടീസ്പൂൺ, അടുത്ത് പുളി, അരപ്പ് റെഡി ആയിട്ടുണ്ട്. അരപ്പ് ചേർക്കാൻ പോവുകയാണ്. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം, ഇത് കഷ്ണങ്ങളെല്ലാം വേവാൻ വേണ്ടി. അരപ്പ് നല്ലവണ്ണം തിളച്ചതിന് ശേഷം ഉണക്കമീൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് അടച്ചു വെച്ച് വേവിക്കാം. ഇനി നമുക്ക് ഉണക്കമീനിടാം. ഒന്ന് മറച്ച് വെച്ച് കൊടുക്കുക. കുറച്ച് കരിയേപ്പില ഇട്ട് കൊടുക്കുക. ഉണക്കമീനായതുകൊണ്ട് ലാസ്റ്റിൽ ഉപ്പ് നോക്കിയതിന് ശേഷം ഉപ്പിട്ടാൽ മതി. അപ്പോൾ ഉപ്പ് കുറവായതുകൊണ്ട് ശകല ഉപ്പിടണം. ഇത് കറി ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് ചോറിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ഉലകത്തിൽ ഒരേ ഒരു സ്വർഗം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കപ്പയും മീൻകറിയാണ്. വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക, ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇതിന്റെ വെള്ളം ഒന്ന് ഊറ്റിക്കളയണം. ഇത് നന്നായിട്ട് ഉടച്ചെടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, കുറച്ച് മഞ്ഞൾപ്പൊടി, 3 സ്പൂൺ മുളക് പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 10 മിനിറ്റ് വെക്കുക. മത്തി നമുക്ക് വറുത്തെടുക്കാം. മീൻ മൂത്ത് വന്നിട്ടുണ്ട്, ഇത് നമുക്ക് കോരി മാറ്റാം. നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മീൻ കറിയാക്കി എടുക്കാം. അതിനാവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഉലുവ, കടുക്, ഇഞ്ചിയും വെളുത്തുള്ളിയും, ഒരു 4 പച്ചമുളക്, കറിവേപ്പില, ഒരു 3 സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതെല്ലാം കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 കഷ്ണം കൊടംപുളി വെള്ളത്തിലിട്ടതാണ്, ഇത് കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മുടെ കപ്പയും മീനും റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം.